അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ക്രൈസിസ് കാലമെന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അബദ്ധം ഉണ്ടായ കാലമെന്നോ അതിനെ വിശേഷിപ്പിക്കാം. അന്ന് രാത്രിയിൽ ഈ കറാച്ചി പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്ന സമയത്ത് ഞാൻ ഓൺ എയറാണ്. അപ്പം നമ്മളിത് പറയുന്ന അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ കാശ്മീരിലുണ്ട്, പക്ഷേ മറ്റിടങ്ങളിലൊന്നും അതിൻ്റെ സംവിധാനങ്ങളില്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം ഫേക്ക് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഞാൻ എൻ്റെ വ്യക്തിപരമായി പറഞ്ഞ എക്സ് പ്ലാറ്റ്ഫോമുകളിലാണ് ഈ പറഞ്ഞ മിസ്ഇൻഫർമേഷൻ വന്നത്. ഞാൻ കറാച്ചി പോർട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞില്ല, കറാച്ചി പോർട്ടിലേക്ക് INS വിക്രാന്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ വളരെ വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ എക്സ് പോസ്റ്റ് കണ്ടിട്ടാണ്. പുള്ളി പിറ്റേന്ന് അത് തിരുത്തി കേട്ടോ. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മളിത് പറഞ്ഞു പോയില്ലേ, ഈ എൻഡ്ലെസ് ഇൻഫർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റ് ചാനലുകൾക്കും ഒക്കെ പറ്റിയ അബദ്ധം പലതും വിഷ്വൽ അടക്കമാണ് വന്നത്. അതിൽ ചിലതും പിന്നെ കോമ്പറ്റീഷൻ കൂടിയിട്ട് അല്ല, ഈ കോമ്പറ്റീഷൻ കൂടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഒരു ചാനല് പറഞ്ഞല്ല കറാച്ചി പിന്നെ ഇതാക്കിയെന്നും അല്ലെങ്കിൽ ഇന്നത് സംഭവിച്ചു എന്നൊക്കെ. കറാച്ചി മാത്രമല്ല, വിമാനത്താവളം മുഴുവൻ അടച്ചു എന്നുള്ളത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, അതായത് അവര് മീൻസ് ഞാൻ പറഞ്ഞതല്ല, അവരെ റിപ്പോർട്ട് ചെയ്തുള്ളൂ, പക്ഷെ അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവര് നോർത്ത് ഇന്ത്യൻ പത്രങ്ങളെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തൊരു സാഹചര്യം. നമ്മൾ അൺവെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സുകളെ ആ സമയത്ത് ഈവൻ വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് പോലും അബദ്ധം പറ്റി. ഇത് മൊത്തത്തിലൊരു എന്താ പറയാ, പത്രങ്ങൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്രങ്ങൾക്ക് ഇത്രയും സമയമുണ്ട്, ചാനൽ അപ്പ സംഭവിക്കല്ലേ. അപ്പൊ നിങ്ങൾ അതെ, അതായത് ഇപ്പൊ നിങ്ങളുടെ ഒരുത്തൻ കണ്ടോണ്ടിരിക്കുകയാണ്, ആ ചാനലിൽ കറാച്ചി പിടിച്ചു, നിങ്ങൾ അവിടെ അത്ര എത്തിയിട്ടില്ല. അന്ന് ശരിക്കും രാത്രി 12 മണിക്കൊക്കെ നമ്മൾ കാണുമ്പോ അവസാനം ഒരു സൂപ്പർ ഓവർ കാണുന്ന മാധ്യമങ്ങൾ നമ്മളെ കൺവേർട്ട് ചെയ്ത് ഒരു യുദ്ധത്തെയാണെന്ന് ഓർക്കണം. അതെ അതെ, അല്ല അതിൽ എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്തെന്നല്ല, ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ സംഭവിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പീരീഡാണ്. പക്ഷെ അതിലെല്ലാം ഒന്നും തിരുത്തിയിട്ടില്ല. നമ്മൾ എപ്പോഴും പറയാറുള്ള ന്യൂസ് വലിയ രീതിയിൽ പറയും, തിരുത്ത് ചെറിയ രീതിയിലാണ് വരിക. അപ്പോഴേക്കും ആളുകളെ മൈൻഡിലേക്ക് അജണ്ട നടക്കണം. ഇതിപ്പോ അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിന്റെ കണ്ടിന്യൂഷൻ വരികയാണല്ലോ. അത് പിന്നെ ഇതങ്ങനെ ഒരു സിംഗിൾ ഇൻസിഡന്റ് തെറ്റിപ്പോയി പിറ്റേന്ന് തിരുത്തുക എന്നുള്ള ഇതല്ല, ഇതിങ്ങനെ ഓൺഗോയിങ് ആയിരുന്നല്ലോ. അതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്.